ഈ സത്യപ്രതിജ്ഞാ വേദിയിൽ വിശിഷ്ട അതിഥികൾക്ക് ഇരിപ്പിടം നൽകില്ലെന്ന് ലോക്ഭവൻ. മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വേദിയുടെ താഴെ ഇരിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നേതാക്കൾക്ക് വേദിയിലേക്ക് പ്രവേശനമുണ്ടാകില്ല. തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വേദിയിൽ പ്രവേശനം അനുവദിച്ചിരുന്നു. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ലോക്ഭവൻ ഏറ്റവും ഒടുക്കം ഇങ്ങനെ ഒരു മുടക്കം പറഞ്ഞതാണോ? തമിഴ്നാട്ടിലൊന്നും കണ്ട കാഴ്ച ഇതായിരുന്നില്ല. പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ വരുന്നതാണ്. രാഹുൽ ഗാന്ധിയെ പോലെ, പ്രിയങ്ക ഗാന്ധിയെ പോലെ, ഖാർഗെയെ പോലെ വളരെ സീനിയറായ നേതാക്കൾ വരുമ്പോൾ അവരെല്ലാവരും സദസ്സിലിരിക്കണോ? റോഷി, എങ്ങനെയാണ് ഈ പരിപാടിയിലേക്ക് ഭാഗമാകാൻ വേണ്ടി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, വയനാട് എം പി പ്രിയങ്ക ഗാന്ധി, അതിനൊപ്പം 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെത്തുന്നുണ്ട്. കർണാടക, തെലങ്കാന, ഹിമാചൽ പ്രദേശ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാണ്. അതിനൊപ്പം കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയും ഒപ്പം കർണാടകയിലെ ഭൂരിഭാഗം മന്ത്രിമാരും ഈ ചടങ്ങിന്റെ ഭാഗമായി എത്തുന്നു. ഒന്ന്, ഈ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് മറ്റൊരു സംസ്ഥാനത്തിൽ കൂടി ഭരണം ലഭിച്ചത് വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പാണ്. അത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാന പരിപാടിയായി മാറ്റാൻ മല്ലികാർജുൻ ഖാർഗെയും എത്തുന്നുണ്ട്. അങ്ങനെ എത്തുന്ന VVIPകൾക്ക് ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നത് സ്റ്റേജിന് താഴെയാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ കാണുന്ന ഇരിപ്പിടത്തിൽ ഈ നേതാക്കളൊക്കെ ഇരിക്കേണ്ടി വരും. അത് കർണാടകയിലെയും തെലങ്കാനയിലൊക്കെ മുഖ്യമന്ത്രിമാർ ഇവിടെ ഇരിക്കണമെന്നാണ് ഇപ്പോൾ ലോക്ഭവൻ പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിൽ അങ്ങനെയായിരുന്നില്ല. തമിഴ്നാട്ടിലൊക്കെ അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നപ്പോൾ ലോക്ഭവൻ അവർക്ക് വേദിയിൽ, നമ്മൾ ദൃശ്യങ്ങൾ അന്ന് കണ്ടതാണ്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അന്ന് വിജയ്ക്കൊപ്പം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിജയ്ക്കൊപ്പം വേദിയിൽ നിന്ന് കൈ ഉയർത്തിയിരുന്നു. ആ കൈ ഉയർത്താനുള്ള ഒരു അവസരം ഇവിടെ നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വേദിയിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിൽ അവിടെ നിയുക്ത മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഇരിക്കാനുള്ള, മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ അവിടെ അതിന്റെ മധ്യഭാഗത്ത് കാണുന്നത് ഗവർണറുടെ ഇരിപ്പിടമാണ്. ദേശീയ പതാക ചേർന്നുള്ള ആ ഇരിപ്പിടം ഗവർണറുടേതാണ്. മറ്റുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കുള്ള ഇരിപ്പിടമാണ്. നേരെ മറിച്ച് ഈ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. ഒപ്പം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുണ്ട്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. അങ്ങനെ ഓരോ മുഖ്യമന്ത്രർ 3 സംസ്ഥാനത്ത് മുഖ്യമന്ത്രിമാരെത്തുമ്പോൾ അവരൊക്കെ ഈ കാണുന്ന ഈ സ്റ്റേജിന്റെ മുൻവശത്തുള്ള ഒരു സാധാരണ ഇരിപ്പിടത്തിൽ ഇരിക്കേണ്ടി വരും. VVIPകളാണ് അവർ. പക്ഷേ എന്നാൽ പോലും അവർക്ക് മുകളിലേക്ക് കയറാൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ ലോക്ഭവന്റെ നിർദ്ദേശമായി വന്നിരിക്കുന്നത്.